Hi all, magic morning. Magic morning. Magic morning. ഓക്കെ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ, നമ്മുടെ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ സംസാരിക്കൂ. ഓക്കെ, സുഖമാണ് മാഡം, കുഴപ്പമില്ലാതെ പോകുന്നു. സുഖം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ഇന്ന് ചൊവ്വാഴ്ചയാണ്. നിങ്ങൾ പോസ്റ്ററൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സോ എല്ലാവർക്കും അല്ലെ, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം അല്ലെ. എപ്പോഴും എന്നും ഫുൾ ടൈം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം. ഹാപ്പിനെസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? ആർക്കും അങ്ങനെയല്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സന്തോഷം വേണ്ട, എപ്പോഴും സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് ഇരിക്കേണ്ട എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ലാന്നും പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല. എന്താണ്? നോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ജാഫർ സാർ ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ പോകുന്നത്. അപ്പം നല്ലൊരു സെഷൻ തന്നെ ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സാർ പറയുന്ന പോയിന്റ്സ് ഒക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. സോ ജാഫർ സർ ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജാഫർ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. മുഫീദ, എന്നെ കേൾക്കുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു ശുഭ ദിനം നേരുകയാണ്. ഈ ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്ത് എണീറ്റിരിക്കുകയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുക എന്നുള്ളത് ഭൂമിയിൽ ചുരുക്കം ചില ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ്. ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സ്വാഭാവികമായിട്ടും ഈ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള നമ്മുടെ ഈ എണീറ്റിരിക്കൽ നമ്മുടെ ആയുസ്സിനെ നമുക്ക് വർദ്ധിപ്പിച്ചു തരും, നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ നമ്മൾ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ച ശക്തി, കേൾവി ശക്തി, ഇങ്ങനെ നമ്മുടെ എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് അതിന്റെ യൂസേജ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈമിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. നേരത്തെ മുഫീദ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളെയും, അഥവാ ഭൂമിയിൽ പിറന്നു വീണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, അതല്ലെങ്കിൽ അഭിലാഷം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടെ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയേണ്ടവർക്ക് അങ്ങനെ പറയാം. സുൽഹാബി ഹാപ്പിനെസ് ആണെന്നാണ് സുൽഹാബിന്റെ അഭിപ്രായം. വേറെ ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? ഭൂമിയിൽ പിറന്നു വീണ ഒരു മനുഷ്യന്റെ
ഏറ്റവും വലിയ ഒരു അഭിലാഷം, ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നേരത്തെ സുലേബി പറഞ്ഞതുപോലെ ഹാപ്പിനെസ് ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു സഹോദരിയുടെ അഭിപ്രായം. അതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? എ ഗുഡ് സിറ്റിസൺസ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ സാറിന്റെ അഭിപ്രായം. ലൈഫ് വിൽ ബി ഹാപ്പി, കൃഷ്ണമൂർത്തിയുടെ ജീവിതം ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്, ഹാപ്പി ലൈഫ്. ശരി, മറ്റൊരു ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സമയത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത്. ടൈം ഈസ് പ്രീഷ്യസ് ഗിഫ്റ്റ് എന്നുള്ളായിരുന്നു അല്ലേ? സെൽഫ് അവയർനെസ്, ബഷീർ കാലിക്കറ്റിന്റെ അഭിപ്രായം സെൽഫ് അവയർനെസ് ആണ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. എല്ലാത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. സുഖമായി ഉറങ്ങാൻ കഴിയണം. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം എന്താന്ന് വെച്ചാല് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയണം. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ശരി, അതൊക്കെ നമുക്ക് ചെയ്യാം. നന്നായിട്ട് ഉറങ്ങണം. പിന്നെ ഓരോ ആളുകൾ വ്യത്യസ്തമായ കമന്റുകൾ പറഞ്ഞു. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ഇന്ന് വരാം കേട്ടോ. ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ള ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞ് സമാധാനത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ? അല്ല, അത് ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത ആരും ഇല്ലേ നമ്മളെ ക്ലാസ്സിൽ? എല്ലാവർക്കും 24 മണിക്കൂറാണെന്നുള്ള കാര്യമാണ്. എല്ലാവർക്കും 24 മണിക്കൂറാണുള്ള കാര്യം. ഓക്കെ, പിന്നെ മനുഷ്യന്മാർ 4 രൂപത്തിലാണ് അവന്റെ സമയങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ? 4 ടൈപ്പ് ഓഫ് ടൈമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ടൈം ഓഫ് യൂട്ടിലൈസ്, ടൈം ഓഫ് സ്പെൻഡ്, ടൈം ഓഫ് വേസ്റ്റ്. ഇങ്ങനെ 4 രൂപത്തിലായിരിക്കും മനുഷ്യന്റെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഈ ഏർലി മോർണിംഗിലൊക്കെ എണീക്കുന്ന നമ്മള് കൂടുതൽ അവന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും ടൈം ഫോർ യൂട്ടിലൈസിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ആകെ ഉള്ള ഒരു ശരാശരി കേരളക്കാരന്റെ ഒരു ആയുർദൈർഘ്യം അനുസരിച്ച് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ദിവസം എന്ന് പറയുന്നത് കേവലം 23,000 ചില്ലാനം ദിവസം മാത്രമാണെന്നും നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മുടെ 65 വയസ്സ് വരെ കേരളത്തിലുള്ള ഒരാൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആകെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആകെയുള്ള ദിവസം എന്ന് പറയുന്നത് ഓൺലി 23,000 സംതിങ് ആണ്. 23,000 ദിവസം. അതിൽ തന്നെ 15 വയസ്സ് വരെ നമ്മൾ കുട്ടികളായിട്ട് പോയി, 50 വയസ്സിന് ശേഷം നമ്മൾ പ്രായാധിക്യം കാരണം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ദുർബലതയിലേക്ക് പോകുന്നു. അങ്ങനെ 2 ദുർബലതകൾക്കിടയിലാണ് മനുഷ്യന്റെ ജീവിതം. ആദ്യത്തെ ദുർബലത എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയായിട്ട് പോകുന്നു എന്നുള്ളതും, പിന്നെ രണ്ടാമത്തെ ദുർബലത എന്ന് പറയുന്നത് നമ്മൾ വാർദ്ധക്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുർബലതയും. അങ്ങനെ ആദ്യത്തെ 15ഉം പിന്നെ വാർദ്ധക്യത്തിലുള്ള 15, 30 വയസ്സ് നമുക്ക് അങ്ങനെ പോയി. ബാക്കി 30 വയസ്സാണ് നമുക്ക് ഉണ്ടാവുക. ആകെ ഉള്ളതോ ജനിച്ചു വീണത് മുതൽ 65 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യനുള്ളത് ഓൺലി 23,000 സംതിങ് ഡേയ്സുകൾ മാത്രമേ. നമ്മൾ കറക്റ്റ് കണക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ 30 വയസ്സ് മാത്രമാണ് ശരിക്കും, നമ്മൾ 30 ഇയർ മാത്രമാണ് ശരിക്കും നമ്മളായിട്ട് ജീവിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ വ്യക്തിത്വത്തിനനുസരിച്ച്, നമ്മുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നത് ഓൺലി 30 ഇയേഴ്സ് മാത്രമാണ്. അപ്പം കേവലം 10,000 ചില്ലാനം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശരി, ആ 10,000 ചില്ലാനം ദിവസങ്ങൾ നമുക്ക് എങ്ങനെ ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറഞ്ഞ കാലമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കുറഞ്ഞ കാലം തന്നെ പ്രതിസന്ധികളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, സമാധാനത്തോടു കൂടി, ഹാപ്പിനെസ്സോട് കൂടി എങ്ങനെ ജീവിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു എന്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം അല്ലെങ്കിൽ ലക്ഷ്യം എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പൊ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ കമന്റ്സുകൾ പറഞ്ഞു. ഹാപ്പി ലൈഫ്, സെൽഫ് അവയർനെസ്, ഗുഡ് സിറ്റിസൺസ്, സമാധാനം ഉണ്ടാവുക, സുഖമായി ഉറങ്ങുക, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഓക്കെ, വെരി ഗുഡ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്നുള്ളത് ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് അനുഭവിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ഭൂമിയിൽ ആരൊക്കെ പിറന്നു വീണിട്ടുണ്ടോ
അവന്റെയൊക്കെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള പ്രധാനപ്പെട്ട അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. ആ സന്തോഷവാനായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാരണങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? അതും ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓരോ ആക്ടിവിറ്റിയുടെയും അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന നമ്മുടെ ഓരോ ആക്ടിവിറ്റീസും ഓരോ കാര്യങ്ങളും. അതിന്റെ പിന്നിലുള്ള താല്പര്യം ജീവിതത്തിൽ നമ്മളൊന്ന് സന്തോഷം അനുഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഓരോരോ ആളുകൾ നമ്മളോട് ഇങ്ങനെ പറയും, എന്താണ് ലക്ഷ്യം? അപ്പൊ ലക്ഷ്യം പറയുന്നത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഡോക്ടറായി എഞ്ചിനീയർ ആയാലും എന്താണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് നല്ല ഇൻകം കിട്ടും. ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ എല്ലാറ്റിന്റെയും ഒരു ആകെത്തുക എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പൊ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ദുനിയാവിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് പിന്നെ അവര് മരണശേഷം പരലോകത്തേക്ക് പോകും. പരലോകത്തേക്ക് പോയതിനു ശേഷം അവര് എവിടേക്ക് പോകുന്നു? സ്വർഗത്തിലേക്ക് പോകുന്നു, അല്ലെ? സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എന്താണ് ഈ സ്വർഗത്തിലും ഉള്ളത്? അപ്പൊ സ്വർഗത്തിലും ഉള്ളത് മനുഷ്യന്റെ ആഗ്രഹം എന്താണ്? സ്വർഗത്തിലുള്ളത് ഹാപ്പിനെസ് ആണ്. അപ്പൊ ഈ ദുനിയാവിലായാലും പരലോകത്തായാലും മനുഷ്യന്റെ അഭിലാഷം എന്നുള്ളത് അത് ഹാപ്പിനെസ് അനുഭവിക്കുക എന്നുള്ളതാണ്, സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മനുഷ്യരായ പിറന്നു വീണ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള പ്രധാനപ്പെട്ട അഭിലാഷം നേരത്തെ ഞാൻ പറഞ്ഞു, എന്ത്? അത് ഹാപ്പിനെസ് ആയിരിക്കുക, സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനിക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം പ്രിയമുള്ളവരെ? എന്ത് വേണം? അവനിക്ക് മനസ്സമാധാനം വേണം. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് ജീവിക്കാൻ കൊട്ടാരം പോലെയുള്ള വീടുണ്ട്, ഉപയോഗിക്കാൻ നല്ല മൊബൈൽ ഫോണുണ്ട്, സഞ്ചരിക്കാൻ നല്ല ബെൻസ് കാറുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ മനസ്സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കില്ല. അപ്പം എന്ത് വേണം? മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സന്തോഷമാണ്. ആ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്ത് നമുക്ക് ഉണ്ടായേ തീരൂ? എന്തുണ്ടായേ തീരൂ? മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. അപ്പൊ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കരഗതമാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായിട്ടുള്ള സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ ഓർഡർ കൃത്യമായി മനസ്സിലാക്കുക. മനുഷ്യന് സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ് അവന്റെ അഭിലാഷം. ആ ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത് മനസ്സമാധാനമാണ്, പീസ് ഓഫ് മൈൻഡ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സമ്മേളിക്കണം. രണ്ട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സമ്മേളിക്കുമ്പോൾ എന്തുണ്ടാകും? പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നതിന്റെ പ്രധാന ഒരു കാരണം കൂടിയുണ്ട്. ഇന്നത്തെ സമകാലിക സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പിക്കിന് റെലവെന്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ടോപ്പിക് കൂടി ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? അപ്പോ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ സമ്മേളിക്കണം. അതിലൊന്നെന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ഒന്ന്, നമുക്ക് നല്ല ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം, പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ആത്മാഭിമാനം ഉണ്ടായിരിക്കണം. ആത്മാഭിമാനം, ഇംഗ്ലീഷിൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും. അപ്പൊ കൃത്യമായി നമുക്കൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം അല്ലെങ്കിൽ ആത്മാഭിമാനം ഇത് ഉള്ളവർക്കേ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് സാരം. അപ്പോ കൃത്യമായി നമ്മൾ ഓർക്കേണ്ടത്, മനുഷ്യന്റെ മനസ്സമാധാനം എന്ന് പറയുന്ന പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കേണ്ട കാര്യമാണ് അവനിക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം, ആത്മാഭിമാനം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനിക്ക് വല്ല മനസ്സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും വ്യക്തിത്വമുള്ള ആളായിരിക്കണം, ആത്മാഭിമാനമുള്ള ആളായിരിക്കണം, മാനമുള്ള ആളായിരിക്കണം. അത് നഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റീസിലും നമ്മൾ എൻഗേജ് ചെയ്യാൻ പാടില്ല എന്ന് ചുരുക്കം. കാരണം വ്യക്തിത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് എന്ത് അനുഭവിക്കാൻ കഴിയില്ല? മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയില്ല.
നോക്കൂ, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പൊ ദിനേനെ നമ്മൾ പത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ കഞ്ചാവ് കേസിൽ പ്രതി, കൊലപാതക കേസിൽ പ്രതി, ഓരോരോ വിഷയത്തിന്റെയും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ കാഴ്ചയാണ് കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ പ്രായമായവർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഈ ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുന്നത് എങ്കിൽ പരമപ്രധാനമായി നിങ്ങളുടെ ശാശ്വതമായിട്ടുള്ള ഹാപ്പിനെസ്സിനെയാണ് നിങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയണം. അപ്പൊ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തു പോകുന്ന ഒരു ഏർപ്പാടിലും നമ്മൾ എൻഗേജ് ചെയ്യാൻ പാടില്ല. പ്രിയമുള്ളവരെ, നോക്കൂ, കഞ്ചാവിന്റെ കേസിൽ പിടിക്കപ്പെടുന്നു, അല്ലെ? പിടിക്കപ്പെടുന്നു, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നു, മീഡിയകളിൽ ചിത്രങ്ങൾ വരുന്നു, പടം വരുന്നു. പിന്നെ ആ മനുഷ്യന് എന്ത് നഷ്ടപ്പെട്ടു പോയി? വ്യക്തിത്വം, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയി. ആത്മാഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. നേരത്തെ ഒരു സഹോദരി സൂചിപ്പിച്ചതുപോലെ സുഖമായി ഉറങ്ങുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒരു അഭിലാഷം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ സുഖമായി ഉറങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം സഹോദരി? നമുക്ക് നല്ലൊരു വ്യക്തിത്വമുള്ള ആളായിരിക്കണം. വ്യക്തിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയില്ല, നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് ഇത്തരത്തിലുള്ള പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മകൻ അച്ഛനെ കൊല്ലുന്നു, അച്ഛന് മക്കളെ കൊല്ലുന്നു, പീഡിപ്പിക്കുന്നു, മോഷണം ചെയ്യുന്നു, കഞ്ചാവ് വിൽപ്പന നടത്തുന്നു, MDMA വിതരണക്കാരനാകുന്നു, ഇങ്ങനെയുള്ള ഓരോരോ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോവുക. അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ അവസാനം അവരെന്താ ചെയ്യാറുള്ളത്? എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഫാനിന്മേൽ പിന്നെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ പുഴയിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുന്നത് കാണാം, ട്രെയിന് തലവെക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അവർ ജീവൻ അപായപ്പെടുത്തുന്നത് കാണാം, ജീവൻ നഷ്ടപ്പെടുന്നത് കാണാം. എന്താണ് അതിന്റെ റീസൺ? അവർ ആ പ്രവർത്തനം, ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യലോട് കൂടിയിട്ട് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയി. വ്യക്തിത്വം നഷ്ടപ്പെട്ടതിന് ശേഷം അവർക്ക് പിന്നെ ജീവിതത്തിൽ മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവസാനം മനസ്സമാധാനം അനുഭവിക്കാത്തവർ പിന്നെ എന്തിനാണ് പിന്നെ ഞാൻ ജീവിക്കുന്നത്, എന്താണ് ജീവിച്ചിട്ട് കാര്യം? അവസാനം അവർ അവരുടെ ജീവിതത്തെ ആത്മഹത്യയിൽ അവർ ജീവിതത്തിന് അഭയം പ്രാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മക്കളോട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ പറയാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഹാപ്പിനെസ് ആയിരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമാധാനം, ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കണം, പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ആ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വമാണ്. വ്യക്തിത്വം ഉള്ളവർക്കേ മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റണം. ഒളിച്ചോടി പോകുന്നു മക്കള്. ഇപ്പൊ ധാരാളം ആളുകൾ ഒളിച്ചോടി പോകുന്നത് കാണാം. എന്തിനായി ഒളിച്ചോടി പോകുന്നത്? സമാധാനം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും വേണ്ടിയിട്ട്. വീട്ടമ്മമാരൊക്കെ ഇന്ന് ഒളിച്ചോടി പോകുന്നത് കാണാം. ഞാൻ ഇവിടെ അടുത്ത് റീസെന്റ് വായിച്ചൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോടി പോകുന്ന സ്ത്രീകൾ, അവരുടെ വയസ്സിന്റെ കണക്കാണ് അതിൽ പരാമർശിക്കുന്നത്. 30 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ള സ്ത്രീകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒളിച്ചോടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു പഠനം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. പണ്ടൊക്കെ ആരായിരുന്നു ആത്മഹത്യ, അല്ല എന്താണ് ഒളിച്ചോടി പോകാൻ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഒളിച്ചോടി പോവാറുണ്ടായിരുന്നത്. ഇന്ന് 30 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ള സ്ത്രീകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോടി പോകുന്നത്. എന്തിനാണ് ഈ ഒളിച്ചോടി പോകുന്നത്? സന്തോഷം കണ്ടെത്താനും വേണ്ടിയിട്ട്. വ്യക്തിത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരി അല്ലെങ്കിൽ സഹോദര, നമുക്ക് എന്ത് അനുഭവിക്കാൻ കഴിയില്ല, പിന്നെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയി, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയി. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിലും എന്റെ ജീവിതത്തിൽ ഞാൻ ഏർപ്പെടാൻ പാടില്ല. കാരണം വ്യക്തിത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. കുട്ടികൾക്കുണ്ടാവണം, ചെറുപ്പക്കാർക്കുണ്ടാവണം, സഹോദരിമാർക്കുണ്ടാവണം.
അപ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ കാണിക്കുകയുള്ളൂ. മറ്റൊരു വ്യക്തിത്വം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവനോട് ചെയ്യാനുള്ളത് ചെയ്യണം, അവൻ തീർക്കാനുള്ളത് തീർക്കണം, ഇങ്ങനെയുള്ള നമ്മുടെ വാശിയും നമ്മുടെ പണത്തോടുള്ള താല്പര്യവും നമ്മുടെ സ്വാർത്ഥ താല്പര്യവും നമ്മുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്നു. അതിലൂടെ അവരെന്ത് ചെയ്യുന്നു? തീരാദുഃഖത്തിലേക്ക്, ടെൻഷന്റെ ഒരു പടുകുഴിയിലേക്ക് അവർ ഇറങ്ങിപ്പോകുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഈ എന്തെങ്കിലുമൊക്കെ സംതിങ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട ആളുകൾ അവരൊക്കെ അനുഭവിക്കുന്ന നിരാശയുടെ പടുകുഴി എത്രമാത്രം ഭീകരമാണത്. അവസാനം പിന്നെ എന്തിനാണ് പിന്നെ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ആത്മഹത്യ ചെയ്യാണ്, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാം. അപ്പൊ വ്യക്തിത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യാണ്? ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനത് ഒന്നാമത്തെ പോയിന്റ് ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? നമ്മുടെ വ്യക്തിത്വം സംരക്ഷിക്കുന്നതിൽ നമ്മൾ സദാ ജാഗ്രതരായിരിക്കണം. അത് നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം ഇതിലൂടെ എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കോ, കളങ്കപ്പെടുന്ന കാര്യമായിരിക്കോ എന്നുള്ള ആലോചിക്കണം. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും. ഇപ്പൊ ഇങ്ങനെ കാണാം, ഈ ഒരുപാട് ഈ പിന്നെ മോഷണം നടത്തുന്നൊക്കെ ഇങ്ങനെ കാണാം, ജ്വല്ലറിയിൽ നിന്നും ഒക്കെ, അതല്ലെങ്കിൽ പല പല തരത്തിലുള്ള മോഷണങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഇങ്ങനെ കാണാം. അപ്പൊ ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ, ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തന്റെ ഇടം, ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മളിങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്, ആരുമില്ല, അവിടെ ഒരു 50,000 രൂപയുടെ നോട്ട് കെട്ട് ഇങ്ങനെ കിടക്കുന്നു, ആ പരിസരത്തൊന്ന് നോക്കുമ്പോഴൊന്നും ആരും കാണുന്നില്ല. ഇത് നമ്മൾ എടുക്കാമെന്ന് നമുക്ക് തോന്നും. അപ്പൊ ആലോചിക്കണം, ഈ മോഷണം എന്റെ വ്യക്തിത്വം കളങ്കപ്പെടുത്തുന്ന കാര്യമാണ്. വ്യഭിചാരം എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ലഹരിയുടെ ഉപയോഗം അത് എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന കാര്യമാണ്. മോഷണം അത് എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ബോധ്യം ഉണ്ടായിരിക്കണം. തിന്മകൾ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ തീരാ ദുഃഖവും നഷ്ടവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിരന്തരം പേറിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. എന്ന് കുറച്ചൊരു തിയററ്റിക്കൽ ടൈപ്പ് ക്ലാസ് ആണ്. എനിവേ, പക്ഷെ എനിക്കിത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമകാലിക സാഹചര്യം ഒക്കെ നോക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമുക്ക് കുട്ടികളെയും ചെറുപ്പക്കാരെയും മാത്രമായിരുന്നു നമുക്ക് ബോധവൽക്കരണം നടത്തേണ്ടത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ പത്രമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും കണക്കാണ്. അപ്പൊ എല്ലാവർക്കും വേണം കൃത്യമായ ബോധവൽക്കരണവും അവയർനെസ് ഒക്കെ. എനിവേ, രണ്ടാമത്തെ കാര്യം പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പേഴ്സണാലിറ്റി, വ്യക്തിത്വം ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കയ്യിൽ ക്യാഷ് ഉണ്ടാവണം എന്നർത്ഥം. അത് പിന്നെ നമ്മളെല്ലാവരും ഇപ്പൊ അത്യാവശ്യം എനിക്ക് നമ്മുടെ ഈ ഓഡിയൻസ് ഒക്കെ കുടുംബം പോറ്റുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? കുടുംബമൊക്കെ പോറ്റുന്ന ആളുകളായി, കുട്ടികളൊക്കെ ആയ ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ കുടുംബം പോറ്റുന്ന ആൾ നമുക്കറിയാം, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രതിസന്ധിയും ടെൻഷനൊക്കെ എത്രത്തോളം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അല്ലെ? അപ്പൊ രണ്ടാമത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം പ്രിയമുള്ളവർ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരിക്കുക. കയ്യിൽ ക്യാഷ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനും പ്രയാസം എത്രത്തോളം ഉണ്ടെന്ന് ശരിക്കും ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം, നമ്മൾ അനുഭവിക്കുന്ന കാര്യമായിരിക്കും അത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, സാമ്പത്തികമായ ഭദ്രത. അപ്പൊ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് എന്തൊക്കെ ജോലിയിലൂടെ നമുക്ക് സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്തൊക്കെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെ, കച്ചവടം നടത്തിയിട്ടാണോ അതല്ലെങ്കിൽ മറ്റു ഏർപ്പാടുകളിലൂടെയാണോ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നിടത്ത് നമ്മൾ സദാ ജാഗ്രത കാണിക്കണം. കാരണം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരിക്കണം. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കിയെടുക്കണം. അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇങ്ങോട്ട് ജീവിച്ചു പോയാൽ അതൊക്കെ അങ്ങോട്ട് പിന്നെ സമയമാകുമ്പോൾ ദൈവം തന്നോളും, അതല്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ട് അങ്ങനെയുള്ളതൊന്നല്ല. നമുക്ക് അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. സാമ്പത്തികമായ ഭദ്രത ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾ, സാമ്പത്തികമായ ഭദ്രതയും അതുപോലെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മക്കൾക്ക് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത് രണ്ടും നമുക്ക് സമാഗതമാവുക അല്ലെങ്കിൽ കരഗതമാവുക. നല്ല വ്യക്തിത്വം ഉണ്ടാവുന്ന, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല വ്യക്തിത്വം രൂപാന്തരപ്പെട്ട് വരിക.
നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മികച്ച ജോലി കിട്ടുക. മികച്ച ജോലി കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഉന്നതമായ എന്ത് ചെയ്യുക സാലറി നമുക്ക് കിട്ടുക, ഹൈ പേയ്മെന്റ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത് രണ്ടും കിട്ടാനുള്ള ഒറ്റ സിംഗിൾ ഫോർമുലയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യും, നല്ല വ്യക്തിത്വം ഉണ്ടായിരിക്കും. അവൻക്കറിയാം സമൂഹത്തിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, സമൂഹത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർക്ക് ബോധ്യമുണ്ടായിരിക്കും. പിന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല കമ്പനിയിൽ, നല്ല സ്ഥാപനങ്ങളിൽ നല്ല ജോലി കിട്ടുമ്പോൾ മികച്ച സാലറി അവർക്ക് കിട്ടും. അപ്പൊ അതിലൂടെ അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു എന്നർത്ഥം. മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ സാമ്പത്തികമായ ഭദ്രത നമ്മൾ ആർജിക്കണം. അപ്പൊ കുട്ടികൾക്ക് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ രക്ഷിതാക്കളായിരിക്കും. നമ്മുടെ മക്കൾക്ക് നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കണം. അതിലൂടെ ഈ 2 ലക്ഷ്യവും കുട്ടികൾക്ക് നേടിയെടുക്കാൻ പറ്റും. ആ 2 ലക്ഷ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പീസ് ഓഫ് മൈൻഡ്, ആ കുട്ടി മനസമാധാനമുള്ള ആളായി തീരുക. മനസമാധാനം അനുഭവിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമായിട്ടുള്ള സന്തോഷത്തിലേക്ക് ആ കുട്ടി അടുക്കുകയുള്ളൂ, സന്തോഷം അനുഭവിക്കാൻ അവനക്ക് കഴിയുകയുള്ളൂ. ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. പിന്നെ നോക്കൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പിന്നെ സാമ്പത്തികമായും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നല്ല പൊസിഷനിലേക്ക് ഇരിക്കുന്ന ആളുകളൊക്കെ പിന്നെ അവര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സാമൂഹിക പ്രവർത്തനങ്ങളായിരിക്കും അല്ലെ. സോഷ്യൽ പിന്നെ വർക്കുകൾ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. വലിയ വലിയ പൈസക്കുള്ള ആളുകൾ ഇങ്ങനെ ഓരോ ആളുകളെ സഹായിക്കലും, വീടുണ്ടാക്കി കൊടുക്കലും, ഗ്രാമീണ വില്ലേജ് എംപവർമെന്റിന് വേണ്ടിയിട്ടും സോഷ്യൽ എംപവർമെന്റ്, വിമൺ എംപവർമെന്റിന്റെ ഇടയ്ക്ക് അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്താന്ന് അറിയാം നിങ്ങൾക്ക്? അപ്പോ നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഈ നന്മ ചെയ്യുക എന്നുള്ളത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. വ്യക്തിത്വം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ത്, ഈ പിന്നെ സൽക്കർമ്മങ്ങള് അഥവാ എന്താ പറയുക, ഈ പിന്നെ സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങളൊക്കെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഒരാളുണ്ട്, അദ്ദേഹം എന്താണ് പിന്നെ ഇത്തരത്തിലുള്ള നാട്ടിലുള്ള ഒരു ജനകീയനായ ആളാണ്. നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വരും, അവിടെ ഇടപെടും അല്ലെ. അങ്ങനെയുള്ള പാവങ്ങളെ കണ്ണീരൊപ്പും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു അത്താണിയായിട്ട് നിലകൊള്ളുന്ന ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആലോചിക്കുക, അയാൾ നല്ല വ്യക്തിത്വം, ആളുകളുടെ ഭയങ്കര അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടാവും. നല്ല അഭിപ്രായമായിരിക്കും അദ്ദേഹത്തെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വർദ്ധിപ്പ്. അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണ്, നമ്മൾ പറയുക അദ്ദേഹത്തെ കുറിച്ചിട്ട്. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി ഒരു ജെന്റിൽമാൻ എന്നൊന്നും പറയില്ല. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അശരുടെ കണ്ണീരൊപ്പാൻ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും, അംഗീകരിക്കും. അതിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം വർദ്ധിപ്പിക്കും, നല്ല അഭിപ്രായം ഉണ്ടാവും അദ്ദേഹത്തെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാന്ത്വന, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടണം. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കും. വ്യക്തിത്വം വർദ്ധിക്കുമ്പോൾ കൂടുതൽ മനസമാധാനമുള്ള ആളായി തീരും. കൂടുതൽ മനസമാധാനം ഉണ്ടാകുമ്പോൾ കൂടുതൽ എന്തുണ്ടായിരിക്കും, ഹാപ്പിനെസ് അനുഭവിക്കാൻ നമുക്ക് കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഒരു വലിയൊരു ആഗ്രഹമുണ്ട്, നല്ല ഒരു എന്താണ് സാംസങ് പിന്നെ എന്താണ് S24 അൾട്ര ഒരു ഫോണൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഒരു iPhone 16 ഫോണൊക്കെ എടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു പക്ഷെ അല്ലെ. അല്ലെങ്കിൽ നല്ലൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് എടുക്കണം, അല്ലെങ്കിൽ നല്ല ഒരു കാർ എടുക്കണം എന്നൊക്കെ ആഗ്രഹം നിങ്ങൾക്ക് വളരെ കൊതിച്ച് നിൽക്കുകയാണ്. അതങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ലൊരു വിചാരിച്ച പോലെ തന്നെ നല്ലൊരു കാർ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റി, അതല്ലെങ്കിൽ നല്ല ഒരു ഐഫോൺ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റി. നിങ്ങൾക്ക് എത്രയായിരിക്കും അതിന്റെ സന്തോഷം ഉണ്ടായിരിക്കുക? കിട്ടുമ്പോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാവും. അത് ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ആ സന്തോഷത്തിന്റെ തോത് ഇങ്ങനെ കുറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ടാവും ഇല്ലേ. നിങ്ങൾ നോറ്റുണ്ടാക്കി ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ ഒരു ഐഫോൺ വാങ്ങി, പിന്നെ ഉണ്ടാവും ആ ഐഫോൺ കുട്ടിന്റെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ അവിടെ മറ്റേ മൂലക്കൽ കിടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ടാവും, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു, ആ സന്തോഷം നഷ്ടപ്പെട്ടു. അഥവാ അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമായിരിക്കും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കുട്ടിക്ക്, ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്, +2-ലും 10ാം ക്ലാസ്സിലും ഒക്കെ നല്ല ഫുൾ A+ ഒക്കെ വാങ്ങി നല്ല ഒരു പഠിക്കുന്ന കുട്ടി. ആ കുട്ടിക്ക് മെഡിക്കൽ പഠനത്തിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി പൈസ സാമ്പത്തികമായിട്ടില്ലായിരുന്നു.
നിങ്ങൾ ആ കുട്ടിക്ക് പഠനത്തിന് വേണ്ടി ഒരു നല്ലൊരു സ്കോളർഷിപ്പ് നിങ്ങൾ കൊടുത്തു. 1,00,000 രൂപയോ 2,00,000 അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്പോൺസർഷിപ്പ് നിങ്ങൾ ഏറ്റെടുത്തു. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു നല്ലൊരു തുക അവിടെ കൊടുത്തു. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ വീടെടുത്തു കൊടുത്തു. നിങ്ങൾ ആ സൽക്കർമ്മം, ആ പുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സന്തോഷം എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് മുറിഞ്ഞു പോവില്ല. നിങ്ങൾ എപ്പോ ആലോചിക്കുമ്പോഴും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരും, അതിന്റെ ഹാപ്പിനെസ്. ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആ മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോ നിങ്ങൾക്ക് ആ സമയം 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ അത് പോയി. എന്നാലോ ഈ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? നമ്മൾ അതിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷം മരണം വരെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും, അതിന്റെ ഹാപ്പിനെസ്. ഒന്ന് ആലോചിച്ച് നോക്കൂലേ? സ്വാഭാവികമായിട്ടും ആലോചിച്ചു. ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? സന്തോഷം കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അതെപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? പെർമനന്റ് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും പുണ്യപ്രവർത്തനങ്ങൾ. അതിലൂടെ നമ്മൾ വ്യക്തിത്വവും വർദ്ധിക്കുന്നു, ഇല്ലേ? ആളുകളെ സഹായിക്കുന്നു, അശരുടെ കണ്ണീരൊക്കുന്നു. അതിപ്പോ എനിക്കിപ്പോ അങ്ങനെ ഒരു കുട്ടിക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ, വീടെടുക്കാനുള്ള പൈസ ഒന്നും ഇല്ലല്ലോ, കല്യാണത്തിന് പൈസ കൊടുക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ, എന്റെ ജീവിതം തന്നെ ഞാൻ പിന്നെ എങ്ങനെ തട്ടിമുട്ടി കൊണ്ടുപോവാണ്. അങ്ങനെയല്ല, അങ്ങനെ ആലോചിക്കേണ്ട. അത് നമുക്ക് വാക്കുകളെ കൊണ്ട് നമുക്ക് സാന്ത്വനപ്പെടുത്താം, നമ്മുടെ നോട്ടം കൊണ്ട് നമുക്ക് സാന്ത്വനപ്പെടുത്താം, നമ്മുടെ തലോടൽ കൊണ്ട് നമുക്ക് സാന്ത്വനപ്പെടുത്താം. നമുക്ക് ഓരോ ആളുകൾക്കും അവന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് വന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള, അപ്പൊ നിങ്ങൾക്ക് അവിടെ വീട്ടിൽ പോയി സന്ദർശിക്കാം, വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടും അവരോട് പുഞ്ചിരിച്ചിട്ടും അവരോട് നല്ല വാക്കുകൾ നൽകിയിട്ടും അവർക്ക് പ്രോത്സാഹനം നടത്തിയിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അഥവാ ശാശ്വതമായിട്ടുള്ള ഹാപ്പിനെസ്സിനുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെപ്പോ ആലോചിക്കുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, പലപ്പോഴും പല കുട്ടികളൊക്കെ പല ടെൻഷനും പല ഇടങ്ങേറൊക്കെ അനുഭവിച്ചു വരുന്ന കുട്ടികളെ മുന്നിലേക്ക് വരും കൗൺസിലിംഗ്. അപ്പൊ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പുഞ്ചിരി, അത് മതി അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം. അപ്പൊ നമ്മൾ ആ വന്ന കുട്ടി തിരിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെ ഹാപ്പിനെസ്സോട് കൂടി, ക്ലിയർ ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട്, സന്തോഷത്തോടു കൂടി പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അത് എപ്പോ ഞാൻ ആലോചിക്കുന്ന സമയത്ത് എനിക്കത് ഇങ്ങനെ അനുഭവിക്കാൻ കഴിയും. എത്ര ടെൻഷനോട് കൂടിയിട്ട്, എത്ര വേജാറോട് കൂടിയിട്ടായിരുന്നു ആ കുട്ടി വന്നിരുന്നത്. പോകുന്ന സമയത്ത് മനസ്സ് എന്താണ് ഹാപ്പി ആയിട്ട് ആ കുട്ടി തിരിച്ചു പോകുമ്പോ അത് ഞാൻ കാരണക്കാരനായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ഞാൻ എപ്പോ ആലോചിക്കുമ്പോഴും എനിക്ക് ആ ടെൻഷൻ, ആ സന്തോഷം എന്തെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഞാനതാണ് പറഞ്ഞത്, സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവർത്തനങ്ങൾ, പുണ്യവാക്കുകൾ, പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കുക, എന്ത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യാണ്? സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശാശ്വതമായിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ അതിന്റെ കൂടെ അത് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ പ്രിയമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമാണ്. സന്തോഷത്തിലേക്കുള്ള വഴി, അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ മനസമാധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയൂ. മനസമാധാനം ഉണ്ടാവണമെങ്കിൽ, പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നല്ല വ്യക്തിത്വം നമുക്ക് ഉണ്ടായിരിക്കണം. വ്യക്തിത്വം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കാം. വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, തെമ്മാടിത്തരങ്ങൾ, അശ്ലീലങ്ങൾ. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്, വ്യക്തിത്വം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മനസ്സമാധാനം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നോക്കി നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വരും. നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ ഓരോ ആഗ്രഹങ്ങൾ പറയും. മക്കളൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് അപ്പച്ചി എന്റെ കുട്ടിക്ക് ഇന്ന ബാഗ് ഉണ്ട്, ഇന്ന ഷൂസ്, ലൈറ്റ് എത്തുന്ന ഷൂസ് ഉണ്ട്, അത് എനിക്ക് വാങ്ങി തരണം കേട്ടോ എന്ന് പറയും. ഭാര്യ പറയും നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോകണം, ടൂറ് പോകണം, മറ്റേത് പോകണം. നമ്മളിങ്ങനെ കേൾക്കാത്ത മാതിരി ഇങ്ങനെ നിൽക്കും, എന്താണ് കേൾക്കാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും. കാരണം എന്താ? അത് കേട്ട് കഴിഞ്ഞാൽ, അതിന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ക്യാഷ് എന്റെ കയ്യിലില്ല. അപ്പൊ നോക്കൂ, ആ കുഞ്ഞിന്റെ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി
ഹലോ. കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ ഭാര്യയുടെ ഒരു ആത്മഹത്യയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടെണ്ണമാണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു തുടർച്ച എങ്ങനെ വന്നു, രണ്ടാമത്തെ സമകാലിക സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തിൽ പണം ഉണ്ടായി കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും. അതാണെന്നില്ല, പെണ്ണെന്നില്ല, കുട്ടികളെന്നില്ല, എല്ലാ ആളുകളും. പക്ഷെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ശാശ്വതമായിട്ടുള്ള നിരാശയും പിന്നെ ടെൻഷനായിരിക്കും നമ്മുടെ പിന്നെ നമുക്ക് സമ്പാദ്യമായിട്ട് ഉണ്ടാവുക. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മളെല്ലാവരും വിട്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രത കൂടി നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നമുക്ക് അതാവാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ജാഫർ സർ, താങ്ക് യു സോ മച്ച്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു അല്ലേ? അപ്പം എന്നെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ടൈം ഒരുപാടൊന്നുമില്ല, ഒരു 5 മിനിറ്റ് ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ മാക്സിമം പെട്ടെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം കേട്ടോ. ആരാണ് ഫസ്റ്റ് മുന്നോട്ട് വരുന്നത്? ഓക്കെ, ഫീഡ്ബാക്ക് പറയാം. കേൾക്കണ്ട സാറേ? സാറ് പറഞ്ഞതില് ക്ലാസ് വളരെ നന്നായിട്ടുണ്ട്. കാരണം നല്ലൊരു മോട്ടിവേഷൻ തന്നെ ക്ലാസ് ആണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് അതൊന്ന് കൂടുതൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഓടിപ്പോണ കാര്യം സാറ് പറഞ്ഞു, സത്യമാണ്. 30 to 40-45 വയസ്സിനുള്ളിലുള്ള ആളുകൾ ഓടിപ്പോണതിന്റെ കാരണം മറ്റുള്ളവര് കേൾക്കുമ്പോ പറയും, അവൾക്ക് എന്തിന്റെ കേടായിരുന്നു ഓടിപ്പോവാന്, അവള് മോശമായിട്ടുള്ള സ്ത്രീ ആയിട്ടാണ് ഓടിപ്പോയത്, അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവളുടെ ഇപ്പുറത്ത് അവൾക്ക് എന്തുകൊണ്ടാണ് ഓടിപ്പോയി എന്ന് ആരും അന്വേഷിക്കണില്ല. ചിലപ്പോ അത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്താണ് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊരു എന്താ പറയാ സ്നേഹമോ പരിഗണനയോ അവിടെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ടതാണ് നമ്മളെ ഭർത്താവാണല്ലോ. ചിലപ്പോ അവരടുത്ത് തന്നെ കിട്ടാത്തത് കൊണ്ടായിരിക്കും അവർ ഓടിപ്പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ കിട്ടുന്നിടത്തേക്ക് പോയിണ്ടാവുക. അതാരും ചോദിക്കില്ല, അതാരും അന്വേഷിക്കില്ല, പറയൂല. പക്ഷെ ഓടിപ്പോയതിനെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിനോട് ഞാൻ തീരെ യോജിക്കാറില്ല. കാരണം എന്താ പ്രശ്നം നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മളെന്തിനാ നോക്കാൻ പോണത്? അവര് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതായ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് മാത്രം പറയാറുള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അങ്ങനെ ഓരോന്ന് എടുത്ത് പറയാൻ നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു. നമുക്ക് നമ്മളെ വ്യക്തിത്വത്തെ വളർത്താനും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒന്നുകൂടി അനലൈസ് ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മൾ എത്രത്തോളം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്നുള്ളത്. ഓക്കെ, എനിവേ നല്ല ക്ലാസ്. താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം. താങ്ക് യു സിന്ധു മാം. ബഷീർ സർ. മാജിക് മോർണിംഗ്. ജാഫർ സാർ നല്ല ക്ലാസ് ആയിരുന്നു. സമകാലീന സംഭവങ്ങൾക്ക് ഒരു ചൂണ്ടുപലക നന്നായിരുന്നു. ഇതില് വേറൊരു വിഷയം കൂടി ഉണ്ട്. ഈ സാറ് പറഞ്ഞ ഫിനാൻസിന്റെ കൂടെ തന്നെ നമ്മള് ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിരിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സ് നിൽക്കൂ. അപ്പം ബേസിക്കലി നമ്മൾ ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പല ആരോഗ്യം ഇല്ലാത്തടത്ത് ഒന്നും ഉണ്ടാവില്ല. സമ്പാദിക്കാനും തോന്നില്ല, ജീവിക്കാനും തോന്നില്ല. ഓരോ നിമിഷം ഒരു നരക തുല്യായിരിക്കും. അങ്ങനെ ഈ രോഗമുള്ള ആൾക്കാരെ കൂടെ നിന്നിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുണ്ടായിട്ടും ഫലമില്ല. നമ്മളിത് എത്ര കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടായിട്ട് ഫലമില്ല. നല്ല ഊരവേദന ഉള്ളവന് ഒരു ബെൻസ് കാറിൽ പോകുമ്പോ ഒരു സുഖം കിട്ടില്ല. അതേമാതിരി നല്ല പല്ലുവേദന ഉള്ളവന് ഒരു 5 സ്റ്റാർ ബുഫേ പോയിട്ട് നോക്കി പോരാന്നല്ലാതെ അവന് തിന്നാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആരോഗ്യം വലിയ വിഷയമാണ്. ആരോഗ്യം ആണ് ഞാൻ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക. ആരോഗ്യത്തിലുള്ളവിടുത്തെ ആരോഗ്യമുള്ള മനസ്സിന് നിൽക്കാൻ പറ്റും. അവിടെ പിന്നെ നമുക്ക് ഭാവി ചിന്തിക്കാൻ. പിന്നെ സാറ് പറഞ്ഞ ചാരിറ്റി വലിയൊരു ഘടകം തന്നെ. ഞാനൊക്കെ സ്വന്തമായിട്ട് അനുഭവിക്കുന്ന ആളാണ്, അതുകൊണ്ട് പറയാം. മറ്റേതിപ്പോ നമ്മളിത് ഒരു ഐഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് വന്നു കഴിഞ്ഞാല് അതൊന്നോ രണ്ടോ കഴിഞ്ഞ ഒരു 10 ദിവസം അതിന്റെ ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞാൽ പോയി.
മെറ്റീരിയലിസം അങ്ങനെ തന്നെയാണ്, എന്ത് സാധനം. അതേ സാറ് പറഞ്ഞ വായിച്ചെങ്കിൽ നമ്മളൊന്ന് ഒരു കുട്ടീനെ വിദ്യാഭ്യാസം സഹായിച്ചു കൊടുത്ത് ആ കുട്ടി ഒരു വലിയ നിലയിലെത്തുമ്പോൾ നമുക്കത് എപ്പോഴും ഒരു അഭിമാനം, ആ നമ്മൾക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. എനിവേ ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ് സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ബഷീർ സാർ. താങ്ക് യു ബഷീർ സാർ. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ജാഫർ സർ? 6:30 ആയിട്ടുണ്ട്. മണി സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? മണി സാർ മാജിക് മോർണിംഗ് സർ, നല്ലൊരു സെക്ഷൻ ആയിരുന്നു, എക്സലന്റ് ക്ലാസ് ആണ്. ഓരോ നമുക്ക് എങ്ങനെ പെർമനന്റ് ആയിട്ട് സന്തോഷം കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പീസ് ഓഫ് മൈൻഡിന്റെ ആ കാര്യങ്ങളും അതുപോലെ അത് എക്വയർ ചെയ്യാൻ നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം വേണ്ട കാര്യം വളരെ ഭംഗിയായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാമൂഹിക പ്രവർത്തനത്തിന്റെ കാര്യവും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോഴും നമുക്ക് അവർക്ക് നന്മ ചെയ്യുമ്പോഴുള്ള ആ ബെനിഫിറ്റ് നമുക്കൊരു പെർമനന്റ് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നുണ്ട്. പിന്നെ ബഷീർ സാറ് പറഞ്ഞ പോലെ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യതയോടു കൂടി തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു തന്ന് സമയം പോയത് അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു മണി സാർ. ഓക്കെ, താങ്ക് യു മണി സർ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം, ടൈം ആയിട്ടുണ്ട്. സോ ഇന്ന് പെർമനന്റ് ഹാപ്പിനെസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ജാഫർ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു ജോഫർ സാർ. താങ്ക് യു. Thank you very much. Thank you, sir. താങ്ക് യു all.